വർഷം 1938. ക്രിപ്റ്റോൺ. തകർന്നുകൊണ്ടിരിക്കുന്ന ക്രിപ്റ്റോണിൽ നിന്ന് ഒരു ഇൻഡസ്ട്രിയൽ സ്പേസ് ക്രാഫ്റ്റ് ഭൂമിയിലെ കാൻസാസിലെ വയലുകളിൽ വന്നുപതിച്ചു. ആ ഗ്രാമത്തിലെ കർഷകരായിരുന്ന ജോനാഥനും മാർത്തയും ആ സ്പേസ് ക്രാഫ്റ്റ് പതിച്ച ശബ്ദം കേട്ട് അവിടെ ഭയത്തോടെ ചെന്ന് നോക്കി. അവർ ആ സ്പേസ് ക്രാഫ്റ്റ് ശ്രദ്ധയോടെ തുറന്നു. അതിൽ പ്രകാശത്തിൽ പൊതിഞ്ഞ ഒരു കുഞ്ഞിനെ അവർ കണ്ടു. ഞാൻ ഇന്നലെ അവന്മാർ കുടിച്ചതിൻ്റെ ശല്യമായിരുന്നു. ഇന്നെങ്കിലും ഇതൊന്ന് എഴുതി തീർത്തോട്ടെ. ഫ്ലോ അങ്ങ് പോയി. അതിശയത്തോടെ അവർ ഇരുവരും മുഖത്തോട് മുഖം നോക്കി. കത്തിയമരുന്ന ചോളപ്പാടങ്ങളുടെ ഗന്ധവും ആ കുഞ്ഞിൻ്റെ കരച്ചിലും ആ പശ്ചാത്തലത്തെ നിഗൂഢമാക്കി. ഏതോ നക്ഷത്രത്തിൻ്റെ ഇടയിൽ നിന്ന് വന്ന കുഞ്ഞിനെ അവർ അത്ഭുതത്തോടെ നോക്കി നിന്നു. മാർത്ത ജോനാഥൻ്റെ മുഖത്ത് നോക്കി ഒരു നിറപുഞ്ചിരിയോടെ പറഞ്ഞു, കുഞ്ഞുങ്ങളില്ലാത്ത നമുക്ക് ദൈവം തന്ന കുഞ്ഞാണിവൻ. ഇവനെ നമുക്ക് വളർത്താം. പക്ഷേ ആ കുഞ്ഞ് ഒരു സാധാരണ കുഞ്ഞായിരുന്നില്ല. 1000 ആനയുടെ ശക്തിയും 1000 കുതിരയുടെ വേഗവും അമാനുഷികമായ കേൾവി ശക്തിയും പറക്കാനുള്ള കഴിവും അവനുണ്ടായിരുന്നു. അതുവല്ല പറ്റിയ പൂജ